സർ ബുക്ക്. ഈ സോണോമീറ്റർ ഫസ്റ്റും സെക്കൻഡും താൻ ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ റെക്കോർഡിൽ എഴുതിയത്? ഈ മീറ്റർ ബ്രിഡ്ജ് ആരാ ചെയ്തത്? അത് ഞാനാണ് സാർ, ഞാനാണ്. ഈ ഗ്രാഫ് ആരാ വരച്ചത്? അത് ഞാൻ വരച്ചത്. ഇത് തെറ്റാ. ഈ കണക്ഷൻ ഡയഗ്രം എങ്ങനെ ശരിയാകും? ആകെ 20 എക്സ്പെരിമെന്റ് ഉണ്ട്. അത് കൃത്യമായി ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർ ബുക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാത്തൊന്നും ഇങ്ങോട്ട് വരണ്ട. എടുത്തോട്ട് പോടും. എൻ്റെ സാറെ ഒപ്പിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ റിക്കാർഡ് ബുക്കൊക്കെ വലിച്ചെറിയാന്ന് പറഞ്ഞാൽ താങ്കളുടെ ഒരു അധ്യാപനമല്ലോ ഒന്നുമില്ലേ സാറേ? ഒരു സയൻസ് അധ്യാപകന്റെ ജോലി ഭാരത്തെ കുറിച്ച് പറയാൻ സാറിന് മനസ്സിലാവില്ല. സാറിന് ക്ലാസ്സിലോട്ട് ചെന്ന് 4 കവിതയും 2 കഥയും പറഞ്ഞു കൊടുത്തേക്ക് പോരാ. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് സാറിന്റെ വിചാരം? ഫിസിക്സ് ഒക്കെ എനിക്ക് ശരിക്കറിയാം. പക്ഷെ കുട്ടികളെ എന്തെങ്കിലും ഉത്തരവാദിത്തക്കുറവ് കാണിച്ചാൽ അതിന് 4 മാർഗങ്ങളുണ്ട് പറഞ്ഞു കൊടുക്കാൻ. സാമം ദാനം ഭേദം തണ്ണം. അല്ലാതെ റിക്കാർഡ് ബുക്കൊക്കെ വലിച്ചെറിയാന്ന് പറഞ്ഞാൽ. ഹലോ, ഇതാ വടക്കെന്തായാലും ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. അല്ല, അവൻ എന്തെങ്കിലും അബദ്ധ പഞ്ചാംഗം എഴുതിക്കൊണ്ട് വന്നാൽ ഞാൻ അതിൽ ഒപ്പിട്ട് കൊടുക്കണോ സാറേ? സാറ് പറ. ഞാൻ ആലോചിച്ചപ്പോഴേ ഈ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുക എന്ന് പറയാൻ തന്നെ അത് ശാസ്ത്രീയമായിട്ട് വേണം പഠിക്കാൻ. അതൊക്കെ വിട്, ശാസ്ത്രം വിട്, അത് പിന്നെ പഠിപ്പിക്കാം. ഇത് വലിച്ചെറിഞ്ഞ കാര്യം ഞാൻ ചോദിച്ചത്. അല്ല, വലിച്ചെറിഞ്ഞത് തെറ്റ്, എന്നാൽ കുട്ടി കാണിച്ചതും കൃത്രിമല്ലേ? അങ്ങനെ നോക്കുമ്പോ ആ സ്വഭാവം മാറൂല്ല. അവിടെ നിൽക്കും ഇവിടെ നിൽക്കും. ഇങ്ങനെ ഒരു മനുഷ്യൻ. അതെന്താ സാർ അങ്ങനെ സംസാരിച്ചേ? പിന്നെ അങ്ങനെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഊർജത്തെ കുറിച്ചുള്ള പഠനം, ഊർജ്ജതന്ത്രം. ഉദാഹരണമായിട്ട് ഇപ്പൊ സാർ ഇപ്പൊ ഈ റിക്കാർഡ് ബുക്ക് എടുത്ത് എറിഞ്ഞു, അപ്പൊ സാറിന്റെ ഊർജ്ജം നഷ്ടപ്പെടുകയും ആ ഊർജ്ജം റിക്കാർഡ് ബുക്കിൽ ലഭിക്കുകയും ചെയ്യും. എന്റെ ഊർജ്ജം പോയിക്കൊണ്ടിരിക്കെങ്കിൽ പോട്ടെ. അങ്ങനെ ഒരു മലയാള അധ്യാപകനല്ലേ? ഫിസിക്സിനെ കുറിച്ച് അങ്ങനെ എന്തറിയാം? അത് ശരിയാ, ശാസ്ത്രം പഠിക്കുന്ന അധ്യാപകർക്ക് മലയാളത്തെ കുറിച്ച് പറഞ്ഞുകൂടാ. ഇതിപ്പോ വന്ന് എല്ലാ കേസിലും ഇടപെടേണ്ട സ്ഥിതിയായി. അല്ല, ഇപ്പൊ ഇവന്റെ കേസായതുകൊണ്ട് നമുക്ക് ഇടപെടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ബുക്ക് എടുത്തെറിഞ്ഞപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞ? ഞാൻ ഒന്നും മിണ്ടിയില്ല. നീ ഒന്നും മിണ്ടാത്തയുടെ പ്രശ്നമായത്. നീ പ്രതികരിച്ചെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കൂലായിരുന്നു. വീട്ടിൽ അറിഞ്ഞാലേ അച്ഛനെ തല്ലിക്കൊല്ലും. അച്ഛൻ തല്ലിക്കൊല്ലു? അല്ല, തലയിരിക്കുന്ന സത്യമായിട്ടും തല്ലിക്കൊല്ലും വീട്ടിൽ അറിയാം. എടാ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ഛനൊക്കെ എന്നേ ജയിലിൽ പോയത്. ഇതിപ്പോ പുതിയൊരു റെക്കോർഡ് ബുക്ക് എഴുതിണ്ടാക്കാൻ പറഞ്ഞപ്പോ സമയമില്ല. പഴയതൊരെണ്ണം സംഘടിപ്പിച്ച് നമുക്ക് പുതിയതാക്കി മാറ്റിയാലോ? അതായത് സാർ അറിഞ്ഞാൽ പിന്നെയും പ്രശ്നം. അയാൾ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കളെ മുട കാണിച്ചുള്ളത്. മുട കാണിച്ചാൽ നമ്മൾ പഞ്ചാറുമ ചികിത്സ ചെയ്ത് അങ്ങ് ഉടയ്ക്കും. പിന്നെ അല്ലാതെ നീ വിട്, നമ്മളൊന്ന് ആലോചിക്കട്ടെ. എടുത്തെറിഞ്ഞ റെക്കോർഡ് ബുക്ക് കിട്ടിയാ? എടുത്തെറിഞ്ഞ റെക്കോർഡ് ബുക്ക് കിട്ടിയാ? ഇല്ല. പോരാടാ, കിട്ടിയാ? കിട്ടി. എടാ, കിട്ടിയ ഇല്ലേടാ? കിട്ടി. കിട്ടിയല്ലോ. അത് കിട്ടി. എന്താ കുമരണ്ണ, പഴയ റെക്കോർഡ് ബുക്ക് കിട്ടുമോ? റിക്കാർഡ് ബുക്ക്? പ്രിൻസിപ്പളിന്റെ റൂമിൽ ഇരിക്കുന്ന റെക്കോർഡ് ബുക്ക് അല്ല, ഇത് ഫിസിക്സിന്റെ. അതൊന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെന്ന്. ഈ ഉപയോഗിക്കാൻ കൊള്ളൂ ഇല്ല എന്നുള്ളത് ഞങ്ങൾ നോക്കിക്കോളൂ. ഒന്നും സംഘടിപ്പിച്ചു തരാൻ പറ്റുമെന്ന്. എന്റെ കൊച്ചുങ്ങളെ പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ അതിന്റെ മൂലയ്ക്ക് ആണി എടുത്തങ്ങ് മാറ്റും. ആണിയടിച്ച് മാറ്റിയല്ലേ ഉള്ളൂ. അല്ല, ചുവന്ന മഷിയിട്ട് അതിൽ കാക്കര കൂര വരച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതെല്ലാം എന്നെ ആക്രിക്കടക്കാരന് വിറ്റ് കാശ് മേടിച്ചു. ആക്രിക്കാർക്ക് വിറ്റ? ഓ, അതെന്ന് കഴിഞ്ഞ മാസം. കിട്ടോ ഇല്ല അത് പറ. ഒരു കാര്യം ചെയ്യും, ഇപ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോൾ ഒരു 3-4 ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കാം. തൽക്കാലം എങ്ങനെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. നടക്കൂ? അത് നടക്കൊന്നുമില്ല. വേറൊരു വഴിയുണ്ട്. എന്താ? ഇതെന്താ ആക്രി ആലോചിച്ച് നിൽക്കണോ? അതെന്താ എടുത്ത് കൊടുത്തത്? ആ, കൊടുത്ത്. നീ റെക്കോർഡ് ബുക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? കംപ്ലീറ്റ് ചെയ്തല്ലോ. ഒപ്പം വെച്ച് സീൽ പിടിച്ചു. ക്ലാസ്സിൽ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തേ. അല്ല, അതൊക്കെ എന്തിനാ നിങ്ങൾ ഇപ്പൊ തിരക്കുന്നേ? നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണമെന്ന് നിങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. വല്ല LKG പിള്ളേരുടെ കാര്യമായിരിക്കും. LKG പിള്ളേരെക്കാളും താഴെയാണ് നിങ്ങൾ, അതുകൊണ്ടാണ് മക്കളെ അങ്ങനെ ചോദിച്ചത്. പിന്നെ ഒരു ചെറിയ സഹായം ചെയ്യണം, ചെലവ് ചെയ്യാം. ആദ്യം ചെലവ്, പിന്നെ സഹായം. ആദ്യം നിന്റെ വാട. ഒരു റെക്കോർഡ് ബുക്ക് എഴുതി തരുമോ? ആർക്കാ? തൽക്കാലം എനിക്കാണെന്ന് വിചാരിച്ചോ? വെള്ളിയാഴ്ച വേണം. 4 പേരും കൂടെ ഉത്സാഹം ചെയ്തേ പെട്ടെന്ന് തീരും. ഈ വളഞ്ഞ പണിക്കൊന്നും ഞാൻ ഇല്ല കേട്ടല്ലോ. അതുമല്ല, ഞാൻ എഴുതിയ ശരിയാവത്തൂല്ല. എനിക്കാണെങ്കിൽ സമയമില്ല. ഞാൻ എഴുതരാം, പക്ഷെ എന്റെ കൈയക്ഷരം മോശമാണ്. കൈയക്ഷരം അത് നിന്നെ പോലെ ഉരുണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യാം മക്കളെ, പിന്നെ നിനക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ഇല്ല, പറ്റുന്നില്ല. മറിയിക്ക്. നിങ്ങളൊരു കാര്യം, നിങ്ങൾ 3 പേര് ഈ പുതിയ ബുക്കിന്റെ തുന്നിക്കെട്ട് അയച്ച് നിങ്ങൾ 3 പേരും കൂടി വീതം വെച്ച് അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാം.
നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഓർഡറിൽ വെച്ച് പ്രസ്സിൽ കൊണ്ട് അടിച്ച് ക്ലിയർ ആയിട്ട് ശരിയാക്കി അവൻ്റെ കൊടുക്കും. അതെ അതെ, ഒരു പാവം ചെറുപ്പക്കാരന്റെ ഭാവിയാണ് നിങ്ങൾ പെട്ടെന്ന് ചെയ്തു തന്നാൽ വളരെ ഉപകാരം. ഉത്സാഹിക്കും. ചെലവ് ഉറപ്പാണോ? അത് ഞാനാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് ഉറപ്പാണോ? അതല്ല ഞാൻ പറഞ്ഞത്, ആദ്യം സഹായം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചെലവ് പിന്നെ. എടി എന്തേലും പ്രശ്നം ഉണ്ടായ അവന്മാര് കൂടെ കാണത്തില്ല. ആവശ്യമില്ല പണി വാങ്ങിച്ചു വെക്കരുത്. എന്താ കുഴപ്പം? നീ ആ പഴയ ബുക്ക് ഒന്ന് പറഞ്ഞേ. ഇതാടി അത് ഇതോ? ഇത് ഇത് എടി ഇതിന് അവനാ. എടി പാവോടി, നമുക്ക് എഴുതി കൊടുക്കും. നമ്മൾ ഡറിന് നടക്കാൻ വന്നതല്ലേ. സുരേഷ്. ഇതാ എനിക്ക് ഈ പീഡേ ഫ്രീയാ, ഞാൻ എഴുതി കൊടുത്തോളാം. എന്നാ പിന്നെ ഞങ്ങളുടെ 2 രൂപ പേപ്പറും കൂടെ ഞങ്ങൾ എഴുതിക്കോളാം. സത്യം പറ, ഇതാരാ എഴുതിയത്? ഞാൻ തന്നെ എഴുതി. നീയാണോ എഴുതിയത്? ഞാൻ ഈ പണി തുടങ്ങിയിട്ട് വർഷം കുറെ ആയി. നിന്റെ വേലത്തിറങ്ങുന്നൊന്നും എന്നോട് വേണ്ട. ആദ്യം കുറെ പേജ് ഒരു കൈയക്ഷരം, പിന്നെ കുറെ പേജ് മറ്റൊരു കൈയക്ഷരം, അവസാന ഭാഗം ഇതൊന്നും അല്ലാത്ത കുറെ കൈയക്ഷരം. സത്യം പറയടാ, ഇതാരാ എഴുതിയത്? അയലത്തുള്ള ഒരാൾ. ഓഹോ, നിന്റെ അയലത്തുള്ള ഒരു റെക്കോർഡ് ബുക്ക് എടുത്ത് ടെൻഡർ പിടിച്ചിരിക്കുകയാണോ? നീ പ്രാക്ടിക്കലും ചെയ്യേണ്ട പരീക്ഷ എഴുതണ്ട. അത് വൃത്തിയായിട്ട് തെറ്റില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ആഹാ, എന്നാ നീ DTP എടുത്തോട്ട് വരാൻ ഞാൻ നല്ല വൃത്തിയായിരുന്നല്ലോ. സത്യം പറ, ഇതാരാ എഴുതിയത്? സത്യം പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. അത് നമ്മള് സൈറയും അനു ബിന്ദുജയും കൂടെ. സൈറ, അനു, ബിന്ദുജ എടുത്തോട്ട് പോടാ. എന്താ സാറേ ഇത്? ഈ ബുക്സും ആഹാരമൊന്നും ഇങ്ങനെ അറിയാനുള്ളതല്ല സാറ്. ഇങ്ങനെയൊക്കെ മനസ്സിലാക്ക്. കഷ്ടം. സാറ് ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, സാറ് ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതൊന്ന് നോക്കി നോക്കി, കണ്ട കണ്ട നോക്ക്, കണ്ട. ആദ്യം കുറെ കൈയക്ഷരം ഒരാളുടെ, പിന്നെ കുറെ കൈയക്ഷരം മറ്റൊരാളുടെ. ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാനിത് വലിച്ചെറിയണോ ഒപ്പിട്ട് കൊടുക്കണോ? അല്ല സാറ് പറ. സാർ എന്തൊരു പരിഹാരം കണ്ടത്? അവൻ്റെ എക്സാം എടുത്തു. അവര് സാറേ ഈ ശരിക്കും എഴുതിക്കൊണ്ട് വന്ന പിള്ളേരൊക്കെ മണ്ടന്മാരാണോ? സാറിനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം എന്തോ പറയാൻ. എന്നാ കൊണ്ടുപോയിക്കോ. മേലാൽ ഇത് കൊണ്ട് ഇതിനകത്ത് കയറിയേക്കരുത്. പോയിക്കോ. ഫിസിക്സ് എന്ന് വെച്ചാൽ എന്താണോ നിന്റെ വിചാരം? എന്ത് മണ്ടത്തൂരൊക്കെ സാറി കാണിക്കണേ. അവനൊരു തുണ്ട് കടലാസിൽ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താണ്ടല്ല സാറ് ജയിലിൽ പോവും. ചാകത്തില്ല സാറേ. കൃത്രിമം കാണിക്കാൻ ബുദ്ധിയുള്ളവൻ ഒരിക്കലും ഈ ആത്മഹത്യ എന്ന് പറയുന്ന മണ്ടത്തരത്തെ കുറിച്ച് ചിന്തിക്കത്ത പോലുമില്ല. സാറിനോടൊന്നും പറഞ്ഞ ഒരു ഇത്തിരി മനസ്സിലാവില്ല. എന്താ പറയപ്പ? അല്ല, സാറിനല്ലെങ്കിലും ഈ ആത്മഹത്യ, പ്രണയഭംഗം, വിഷാദാത്മകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ മനസ്സിൽ വരൂ. നിങ്ങൾ മലയാള അധ്യാപകരല്ലേ? ഞാൻ മലയാള അധ്യാപകനാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും വാങ്ങിക്കുന്ന ശമ്പളം ഒന്നാ. ഞാനിതേ കാര്യം പറയട്ടെ സാറിൻ്റെ അടുത്ത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഫിസിക്സ് ശരിക്ക് അറിയാവുന്ന ഒരു അധ്യാപകനുണ്ട്. ഞാൻ അദ്ദേഹത്തെ സാറിന് പരിചയപ്പെടുത്തരാം. സാറ് ഈ ഫിസിക്സ് ശരിക്ക് പഠിക്കും. ഫിസിക്സ് ശരി പഠിക്കാൻ എന്നിട്ട് പഠിപ്പിക്കുക പിള്ളേരെ. അല്ല, നിങ്ങൾ ഈ ഭാഷാ അധ്യാപകരോട് സംസാരിച്ചാൽ ശരിയാവത്തില്ല. ശരിയാവില്ല, എനിക്കറിയാതെ. ചുമ്മാ പഠിപ്പിക്കാനും അറിയില്ല. രണ്ട് വന്ന കുട്ടികളുടെ മക്കിട്ട് കയറാതെ തന്നെ. എന്റെ കുമാരേട്ടാ ഒന്ന് പറ. എനിക്ക് അറിഞ്ഞുകൂടാന്ന് ഞാൻ പറഞ്ഞില്ലയോ? പ്രിൻസിപ്പളിന്റെ എല്ലാ കാര്യവും അറിയാന്നുള്ള കുമാരേട്ടൻ ഈ കാര്യം മാത്രം അറിഞ്ഞൂടെ? എന്റെ കൊച്ചുങ്ങളെ എന്നോട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, ഞാൻ വിളിച്ചു. എന്തിനാ ഏതിനാന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അതൊക്കെ ചുമ്മാതാ. കുമാരന്റെ കാര്യം എന്താണെന്ന് അറിയാം കുമാരേട്ടാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പൊ ഏതാണ്ടോ കുഴപ്പം 3 പേരോട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലയോ? ചെല്ല് പ്രിൻസിപ്പലിന്റെ മുറിയിലോട്ട് ചെല്ല്. അവൻ നിങ്ങൾ ആര്? കേൾവി കുറവട്ടാ. അവൻ നിങ്ങൾ ആരെന്ന്? അതെങ്ങനെ തുറന്നു പറയും സാറേ? അവന്റെ പല സഹായങ്ങളും ഇവർക്ക് ഉണ്ടാവും. ഇങ്ങനെ വേണമെങ്കിലേ പബ്ലിക് എക്സാമിനേഷന്റെ തിയറി പേപ്പർ നിങ്ങൾ അവന് എഴുതി കൊടുക്കുമല്ലേ? സാറേ, ഇങ്ങനെ ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവരുടെ 3 പേരുടെയും രക്ഷകർത്താക്കളെ വിളിപ്പിക്കണം. ഇവിടെ നടന്ന സംഭവങ്ങൾ അവരോട് അറിയട്ടെ. അയ്യോ പാവ രക്ഷകർത്താക്കൾ. അവരെന്ത് വഴച്ച് കഷ്ടപ്പെട്ട് കോളേജിൽ അയക്കല്ലേ താപ്പിക്കാൻ വേണ്ടി. കാര്യങ്ങൾ അവരോട് അറിയട്ടെ സാറേ. മക്കള് തരം താന്ന പണി ആ കോളേജിൽ കാണിക്കുന്നതെന്ന് അവർക്കൂടെ ബോധ്യം വരണമല്ലോ. സാർ ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കില്ല സാർ.
സാറേ ഞാനിത് കണ്ടുപിടിക്കാതെ ഉപ്പും സീലും വെച്ചിരുന്നെങ്കിലോ? ഈ കോളേജ് മുഴുവൻ നടന്ന് പാടിയാണ്. അത് മാത്രമാണോ? എക്സ്റ്റേണൽ വരുന്ന അധ്യാപകൻ ആ റെക്കോർഡ് ബുക്ക് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അയാളുടെ മുമ്പിൽ ആരാ നാറുന്നത്? ഞാനല്ലേ നാറുന്നത്? സാർ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാ. ആണോ? ഇതിന് അബദ്ധമൊന്നും പറയാൻ പറ്റൂല. അബദ്ധം ആർക്കും പറ്റും, എനിക്കും പറ്റും, സാറിനും പറ്റും. ഈ അബദ്ധത്തിന് പറയുന്നതാണ് കറപ്ഷൻ. ഇത് സസ്പെൻഡ് ചെയ്താലേ പറ്റും. സാർ സോറി സാർ. സർ പ്ലീസ്. സാർ സോറി, നമ്മൾ ഇനി ഇങ്ങനെ ചെയ്യില്ല. കരയാതെ. മേലാൽ ഈ കുരുത്തക്കേട് കോളേജിൽ ആവർത്തിക്കരുത്. പെൺകുട്ടികളായോണ്ട് ഞാൻ ഇപ്രാവശ്യം ക്ഷമിച്ചേക്കാണ്. ക്ലാസ്സിൽ പോ. താങ്ക് യു സാർ. താങ്ക് യു. പോ. അല്ല സാറെന്താ അവരെ വെറുതെ വിട്ടത്? പിന്നെ ഞാൻ അവരെ പിടിച്ച് ജയിലിൽ കിടന്നു. അതാ ജീവപര്യത്തിന് ശിക്ഷിക്കണം. അത് സാർ അവരെ ശിക്ഷിച്ചില്ലല്ലോ. പൊന്നു സാറേ, ഇത് പഴയ കാലമൊന്നുമല്ല. സാർ റോട്ടിൽ ഇറങ്ങുമ്പോൾ ആ പിള്ളേരെ ബന്ധുക്കളെ സഹോദരങ്ങളെ സാറിനെ പിടിച്ചെടുത്തിട്ട് ഇടിയും. അതാണ് നിന്ന് കൊള്ളേണ്ടി വരും. അത് എനിക്കും കിട്ടും. ശിക്ഷിക്കണം പോലെ. ഇയാൾക്കൊരു പ്രാക്ടിക്കലി ഉണ്ട്, റെക്കോർഡ് ബുക്ക് ഉണ്ട്. ആ പാടെ റെക്കോർഡ് ബുക്കിന് 10 മാർക്കാണ് കിട്ടുന്നത്. കായുള്ളവൻ്റെ വീട്ടിലെ പിള്ളേർ വെളിയിൽ പൈസ കൊടുത്ത് വരപ്പിക്കും. ഇല്ലാത്ത ഭാഗങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുകൊണ്ട് ഇവിടെ വരും. അതിന് ഇയാൾക്ക് എത്ര തിളപ്പെന്താണ് ഇയാൾക്ക് തടിയെ. ഉറങ്ങിയിട്ട് 3 മാസമായി. ടെൻഷൻ തന്നെ. എന്തിനാടി ഓഫീസിൽ വിളിപ്പിച്ചേ? 3 കൂടെ എഴുതിയ റെക്കോർഡ് സാറ് പിടിച്ചല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോണ്ടാന്ന്. നീ ഇപ്പൊ അനുഭവിച്ചോ? ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞോ? എന്തോ പിടിച്ച കാര്യം? ഞാൻ ആരോടും അറിയിട്ടൊന്നുമില്ല, പക്ഷെ എല്ലാരും അറിയും. എങ്ങനെ അറിയും? സാറിന്റെ വീട്ടില് ട്യൂഷൻ എടുക്കുമ്പോ സാർ ഇത് എല്ലാരടുത്തും പറയും. ഇടി എമിലി, നീ ഒന്ന് സാറിന്റെ അടുത്ത് പറ, ഇതാരത്തും പറയില്ലേ. എന്നിട്ട് വേണം സാറ് വിചാരിക്കാൻ ഞാനും കൂടെ ഇതിനകത്തുണ്ടെന്ന്. എനിക്ക് വെറുതെ സയൻസ് അമ്മയുടെ നോട്ടപ്പുള്ളി ആവാനും വയ്യ. അവര് പണി തരും. എനിക്ക് ബോട്ടണി റെക്കോർഡ് സൈൻ ചെയ്ത് വാങ്ങിക്കാണ്ട് ഞാൻ പോയിട്ട് വരാം. അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വഴക്ക് ഷെയർ ചെയ്യുന്ന ഒരാളായേ. എനിക്കൊരു ചായയും പോണ്ടേ മാറ്റി തരുമോ? ടെൻഷൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാ. അല്ലാത്തപ്പോഴും വിശപ്പാ. ഇവിടെ പ്രശ്നമായിട്ടിരിക്കുമ്പോഴാണ് അവളുടെ ഒരു ചായയും പോണ്ടേ. എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുന്നു? പോവാ, വഴക്ക് വാങ്ങിക്കാം, തിരിച്ചു വരും. വഴക്ക് വാങ്ങിച്ചല്ലോ. അപ്പൊ നമുക്ക് പോവാം. ക്യാൻറ്റീനിലാണ്. ക്യാൻറ്റീനിലല്ല. നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? എനിക്ക് വിഷമമൊന്നുമില്ല. നീ അല്ല അവൻ. നീ എന്തിനാ വിഷമിക്കുന്നേ? ഞങ്ങൾ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമായില്ലേ? ഇല്ല, ആ പെമ്പിളവരെ ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. ഈ കാലം തെറ്റിയവന്മാരെ കൊണ്ട് തോറ്റ്. നീ ഒറ്റ കൊടുത്തെന്ന് അവരിലാരെങ്കിലും ഒരാൾ പറഞ്ഞ? അല്ല ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞ? ഇവന്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഇതൊക്കെ ചെയ്യുള്ളൂ. എടാ ഇവന്റെ ഈ പ്രശ്നം വിട്. ഇവനിതൊന്ന് എങ്ങനെ രക്ഷപ്പെടുത്താന്ന് ആലോചിക്കും. ഇനി വേറെ ആരെങ്കിലും കൊണ്ടേ ഈ റെക്കോർഡ് ബുക്ക് എഴുതിക്കൊണ്ട് സാറിന്റെ ഒപ്പം ചെന്നാലും സാറിനടുത്ത് ദൂരെ എറിയും. വാ വാ വാ. ഇവന്റെ മട്ട് കേട്ടാ. നിങ്ങൾ ഒറ്റ കൊടുത്തെന്ന് പറഞ്ഞ മോങ്ങയാണ്. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് എമിലി പറഞ്ഞു തരാ വിഷമം. എമിലി എന്തോന്ന് പറഞ്ഞു? കള്ളത്തരത്തിൽ കൂട്ടിവെക്കാൻ പോയാലേ ഇത് ഇതിനപ്പുറം സംഭവിക്കുമെന്ന്. അതും ആ പ്രിൻസിപ്പളിന്റെ റൂമിൽ നിന്ന് വഴക്കായിട്ട് ഇറങ്ങിയപ്പോ തന്നെ. പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എമിലി വിചാരിച്ചിരുന്നെങ്കിൽ ഈ റെക്കോർഡേ ഒറ്റ ദിവസം കൊണ്ട് എഴുതി തീർക്കുമായിരുന്നു. അത്രയ്ക്ക് സ്പീഡ് ആക്കും. പക്ഷെ എനിക്കറിയാം അവൾ എന്താ റെക്കോർഡ് എഴുതാത്തത്. അതൊന്നും അല്ല, അവൾ ഫിസിക്സ് ട്യൂഷന് പോകുന്നതേ സാറിന്റെ വീട്ടിലാണ്. സാറിനാണെങ്കിൽ അവളെ കൈവശം നന്നായിട്ട് അറിയുകയും ചെയ്യും. അതറിയാം. അല്ല ഇനിയിപ്പോ എങ്ങനെ അവന്റെ കാര്യം? എവന്റെ കാര്യം ഇനി ഫിസിക്സ് ലാബിന്റെ ഫ്രണ്ടിൽ ട്യൂണിംഗ് ഫോർക്കായിട്ട് കെട്ടിത്തു. എന്നിട്ട് പ്രാക്ടിക്കലിന് സ്റ്റുഡൻസും സാറുമാരും തിരിഞ്ഞു മറിഞ്ഞു അടിച്ചവന്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യും. പരീക്ഷണം എന്തെങ്കിലും പറയപ്പോഴാണ് കോമഡി പറയുന്നത്. നീ ധൈര്യമായിട്ടില്ലേ? ഞങ്ങൾ രക്ഷപ്പെടുത്തും. ഫിസിക്സ് പ്രാക്ടിക്കലിന് ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്. ഏറ്റവും കൂടുതൽ മാർക്ക്. അപ്പൊ അവന്മാരെ എന്തോ പണി മനസ്സിൽ കണ്ടു കാണും. അതാണ് ഈ ചിരിച്ചുകൊണ്ട് പോയത്. എന്തൊക്കെന്തായാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. എടി ചിലപ്പോ അത് അവന് വല്ലതും ആശ്വസിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ചിലപ്പോ അതായിരിക്കാം. അപ്പോഴേ ഞാൻ ഇന്ന് ക്ലാസ്സിൽ കയറുന്നില്ല, ഒരു മൂടില്ല. ഞാനും
അപ്പൊ പിന്നെ ഞാനെന്തിനാ കയറാൻ? ഞാനും കയറുന്നില്ല. അപ്പൊ നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. ഓക്കെ ഉള്ള സ്ഥലം വാ. ഇങ്ങനെയാടാ കളി തുറന്ന് കാരണം പോലീസുകാർ വന്നാൽ ഇതിന് ഫോഴ്സിന് ഇടിച്ച് കയറും ഇവിടെ. പോലീസാ സാറ് കൊലപാതക കുറ്റത്തിന് സമ്മാനം പറയേണ്ടി വരും. സാറേ ഇവിടുത്തെ വിദ്യാർത്ഥികളെ മാത്രം നിങ്ങൾ നിയന്ത്രിച്ചാൽ പോരാ, അധ്യാപകരെ കൂടി നിയന്ത്രിക്കണം. നിങ്ങൾ കാര്യം പറഞ്ഞു തൊലയാടെ പെട്ടെന്ന്. സാറ് ഒരുത്ത സയൻസ് വിഷയം എടുത്തെന്ന് പറഞ്ഞാൽ അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കരുത് സാറ്. പക്ഷെ സാറ് ഇതിന് കൂട്ടിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആര് പിടിപ്പിച്ച് എപ്പ പിടിപ്പിച്ച് യാ കുട്ടിയെ പിടിച്ചു? സാറേ ഒരു റെക്കോർഡ് ബുക്ക് ഒപ്പിടാൻ ചെന്നപ്പോ ഇവിടുത്തെ ഫിസിക്സ് സാർ ആ കുട്ടീന്റെ പുസ്തകം എടുത്ത് വലിച്ചെറിഞ്ഞെന്ന്. അതാണാ പീഡനം. പിന്നെ ഇവിടുന്നല്ലാതെ ആ പേരാണ് ആത്മഹത്യ. സാറെ കൈയിന്റെ ഞരമ്പൊക്കെ മുറിച്ചിട്ട് അവിടെ കിടന്ന് ചോരയൊക്കെ എടുത്ത് കുളിച്ച് കിടക്കാൻ സാറ് ചെന്ന് കാണാൻ. സാർ അവിടെ പോയി കാണാനാ? എടാ സാർ അവിടെ ചെന്നല്ലേ ഈ അവന്മാരെല്ലാം കൂടെ പ്രാന്തെടുത്തിക്കാണ് നാട്ടുകാർ. എന്തായാലും റെഡിയാക്കും അവസാനം. രക്തം തളം കെട്ടി കിടക്കണ കണ്ടിട്ട് എന്റെ പടച്ചോനെ സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ കയ്യിൽ ഞരമ്പ് മുറിച്ച പിന്നെ കയ്യിൽ നിന്ന് പാലൂരി. ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ ഞാനൊരു കാര്യം ചെയ്യാം. ആ മറ്റേ ഫിസിക്സ് വാദ്യാരുണ്ടല്ലേ, അയാളെ വിളിച്ചോണ്ട് നേരെ അവൻ്റെ വീട്ടിൽ ചെറുക്കൻ്റെ വീട്ടിൽ പോവാം. കറക്റ്റ്. എന്താ അവന് അങ്ങനെ കൊണ്ട് പോയാലേ സാറിനെ കൊണ്ട് പൊക്കെ കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. രണ്ടുപേരെയും കൂടെ പിടിച്ച് പോലീസിനകത്തിടുകയും ചെയ്യും. നല്ല ഉഗ്ര ശിക്ഷനെ കിട്ടുകയും ചെയ്യും. സാറിന് അങ്ങനെ പ്രേരണ കുറ്റത്തിന് അത്രയൊന്നും ശിക്ഷയൊന്നുമില്ല. 1 വർഷം തടവും പിന്നെ കുറച്ച് കാശ് കൊടുത്താൽ മതി. പിന്നെ അല്ലാതെ വകുപ്പ് 365 ഇങ്ങനത്തെ കേസ് ഉണ്ടായി. 84 ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് കാര്യം പറയട്ടെ. ഞാൻ പറയട്ടെ, ഗവൺമെന്റ് കോളേജിൽ ഇങ്ങനെ കേസ് ഉണ്ടായിട്ട് 302 വകുപ്പ് അടിച്ചത്. 365 ഏത് വകുപ്പായാലും സംഗതി ഇത് പോക്കാണ്. ഇനി വരണർത്ത് വെച്ച് കരട്ട്. കോടതിക്ക് കോടതി, ജയിലെങ്കിൽ ജയിൽ. ആദ്യം നിന്റെ ഫിസിക്സും വാദ്യാരെ എനിക്കൊന്ന് കാണും. കുമാരാ എവിടെ? മരണത്തിന് വിളിച്ചാൽ 16 അടിയന്തരത്തിനേ വരുള്ളൂ. സമാനപ്പെടും. നമ്മൾ ആദ്യം അവന്റെ വീട് വരെ പോയി ഒന്ന് സംസാരിക്കാം. വയ്ക്കോ? പക്ഷെ ഈ കാര്യം ഞാൻ അറിഞ്ഞായിട്ട് അവിടെ പറയരുത്. സാറിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കുമോ? പറ്റുമെങ്കിൽ അവനെ ഓട്ടോ ഗേറ്റിംഗ് കൊണ്ടുവരാം. അതിന് വീട്ടുകാർ സമ്മതിക്കോ? അത് നമുക്ക് പറഞ്ഞ് ശരിയാക്കാന്ന്. അത് പറ്റുമെങ്കിൽ നമുക്ക് ആ റെക്കോർഡ് ബുക്ക് കൊണ്ടുവരാം ഒപ്പിടാനുള്ള. പിന്നെ അവന്റെ ആത്മഹത്യക്കുറിപ്പ് അതും സംഘടിപ്പിക്കാം. ഗുഡ് ഐഡിയ ആണ്. സൂപ്പർ ഐഡിയ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവന്റെ ആത്മഹത്യാ പ്രവണത അതോടെ ഇല്ലാതെയും ചെയ്യും. അതെ അതെ. ഗുഡ്. യുവർ ഐഡിയ ഈസ് വെരി നൈസ്. ഈ ഐഡിയ കൊള്ളാം സാറേ. ഫിസിക്സ് സാർ ഇവന്റെ ഈ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിലാ റെക്കോർഡ് ബുക്കിൽ? എന്നാ പിന്നെ ഒപ്പിട്ടില്ലെങ്കിലാ എങ്കിൽ ഈ സ്ഥാപനത്തിൽ 6 മാസം അയാൾ ഒപ്പിടൂല. സസ്പെൻഷൻ അടിച്ച് ഞാൻ കൈ കൊടുക്കും. അത് ഞാൻ അയാളൊന്ന് കാണട്ടെ. ഞങ്ങൾ പോയി വരാം. അവനെ കൊണ്ടുവരാം. ശരി സാർ. വിളിച്ചോണ്ട് വാ. നയത്തിൽ പറഞ്ഞു കേട്ടാ. എവിടെ പോണ്? ക്ലാസ്സിലേക്ക്. ക്ലാസ്സിൽ പോകണ്ട. പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണതിന് മുമ്പേ ഞാൻ നല്ല വക്കീലിനെ കണ്ട് മുൻകൂർ ജാമ്യം എടുക്കും. സാറിന് പറ്റി? സാറിന് ആരോടാ സംസാരിക്കുന്നത്? അത് ഞാൻ പുണ്യാളെ ചമയല്ലേ. ഇയാൾ ഇവിടെ ഒരു ചെറുക്കൻ്റെ റെക്കോർഡ് ബുക്ക് വലിച്ചെറിഞ്ഞായിരുന്നാ? എറിഞ്ഞായിരുന്നു. കൃത്യമായി എഴുതാത്ത ബുക്ക് ഞാൻ ഒപ്പിടത്തില്ല. കൃത്രിമം കാണിച്ചാൽ ഞാൻ വലിച്ചെറിയും. അവനെ ഞാനിന്ന് ക്ലാസ്സിലും കേട്ടത്തില്ല. അതിന് ഇയാൾ പള ഉണ്ടായിട്ടുണ്ട് അവനെ ക്ലാസ്സിൽ കയറ്റാൻ. അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന്. കാരണം ഇയാളാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പേരെഴുതി വെച്ചിട്ടുണ്ട്. ചാര അഹങ്കാരം കാണിച്ചിട്ടുണ്ട്, ചാര വിളിക്കും. അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൂചന എനിക്ക് കണ്ട ഞാൻ പിന്നെ ഈ കോളേജിൽ പ്രിൻസിപ്പാളെന്ന് പറഞ്ഞിട്ട് ഇരിക്കണത്തിന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ആ ചെറുക്കൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് വീട്ടുകാരെ ഭാഗ്യം ചത്തില്ല. അന്വേഷണം വന്ന സസ്പെൻഷൻ ഉറപ്പ്, ശിക്ഷ ഉറപ്പ്. അയ്യോ സാർ, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞോ സാർ? പരിഹാരം ഒന്നേ ഉള്ളൂ. ആ ചെറുക്കൻ്റെ വീട്ടുകാരെ കണ്ട് കാല് പിടിച്ച് ക്ഷമ വയ്ക്കും. ചോദിക്കാം സാർ. പക്ഷെ നടക്കുമെന്ന് തോന്നില്ല. അതിനും എല്ലാവരും കൂടെ അയാൾ അടിച്ച് കൊല്ലൂല. പിന്നെ അങ്ങനെ ക്ഷമ വയ്ക്കണം സാറേ? എനിക്ക് ആകെ ഭയം തോന്നുന്നു. പിന്നെ എനിക്ക് ധൈര്യമാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം. ഞാനേ ചെറുക്കനെ വിളിക്കാൻ വേണ്ടി ഒറിജിനൽ ടീമിനെ വിട്ടിട്ടുണ്ട്. ആ മറിഞ്ഞ് വരട്ടെ. അവളോട് വിടുവോ അവനെ? എന്താ സാർ? പോലീസ് ജീപ്പിന്റെ ശബ്ദമല്ലേ കേട്ടത്? ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേട്ട്. പോലീസ് വന്ന് ഈ കാര്യത്തിനെ പറ്റി അന്വേഷിച്ച പ്രിൻസിപ്പാൾ ഈ സംഗതി അറിഞ്ഞിട്ടില്ല. എന്റെ പേര് പറയരുത്. തന്നെ താനെ അനുഭവിച്ചോണ്ടാ മതി. എനിക്കെന്ന് പറഞ്ഞു. പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഒന്നും മിണ്ടരുത്, വെറുതെ അന്തരീക്ഷത്തിലേക്ക് നോക്കി ഇങ്ങനെ നിന്നാ മതി കേട്ടോ. മൊത്തത്തിൽ മനോരോഗ്യ ലക്ഷണം വേണം കാണുമ്പോ.
ഇങ്ങനെ ഒന്നോണം. അതെ ആ അതെ അപ്പൊ കൈ ഒന്ന് പെയിൻ പിടിച്ചോ അങ്ങനെ അയ്യോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്ന അഥവാ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് ഒന്നും അടുത്ത് പറഞ്ഞുകൂടെ? ഞങ്ങളും പറഞ്ഞു കൊടുത്തു സാർ. അനിയ നിനക്ക് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കരയാതെ നീ ആ ബുക്കിംഗ് തന്നേ. സാറേ ഒരു കാര്യം ചെയ്യും അതിൽ ഒപ്പിട്ടോട്. നീ വീട്ടിൽ പോയി റെസ്റ്റ് എടു. ക്ഷീണമൊക്കെ മാറിയിട്ട് കോളേജ് വന്നാൽ മതി കേട്ടോ. അറ്റൻഡൻസിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റ്. ആ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നിനക്ക് ഫുൾ മാർക്ക് ഞാൻ തന്നിരിക്കും. വിഷമിക്കണ്ട, പൊയ്ക്കോ. ചെല്ലേ ബുക്ക് സാറോ ആ ബുക്ക് ഞാൻ സീൽ ചെയ്ത് വെച്ചേക്കാം. ഓ നിങ്ങൾ ചെല്ലേ ഇവിടെ സാർ. ശരി കേട്ടല്ലേ, ഇതൊരു പാഠമായിരിക്കണം. എനിക്കനെ കൊണ്ടു അറിയിക്കാൻ വേണ്ടി. നിനക്ക് സമാധാനമായില്ലല്ലേ? എന്നാലും ബുക്ക് സീൽ ചെയ്തിട്ട് വെപ്രാങ്ങടിക്കാടാ. നീ നിനക്ക് ബുക്ക് സീൽ ചെയ്ത് അങ്ങനെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നീ ഇവിടെ നോക്കണത് നേരത്തെ ഓവറായിരുന്നു. ആകാശം നോക്കാൻ പറഞ്ഞു. അതെ ഇനി അഥവാ കോളേജിൽ വന്നാലും ഈ കെട്ടും കുട്ടൊക്കെ അയച്ചു കളഞ്ഞേ. എന്നിട്ട് കോളേജിൽ വന്നാലും കൈ മെല്ലെ ഒന്ന് താങ്ങി പിടിച്ചേക്കണം സാറിനെ കാണുമ്പോ. ഓർമ്മ ഉണ്ടല്ലോ? ആ എന്നാ വിട്ടോ. ഞാൻ നിങ്ങളെ തിരക്കി ഇറങ്ങിയതാ. ഞങ്ങൾ സാറിനെ കാത്തിരിക്കും. അല്ല ഒന്നുമില്ല സാർ. എന്താ സാർ? അല്ല ഈ ബുക്ക് ആ പയ്യനെ എങ്ങനെയൊന്ന് ഏൽപ്പിക്കാനുള്ള മാർഗം. ഏൽപ്പിക്കാം, ഞങ്ങളെ അത് പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ സാർ? നിങ്ങൾ ആ കത്ത് കണ്ടോ? സാറിന് കത്ത് കാണണോ? അല്ല വേണ്ട, അല്ല കാണിച്ചോടാ. കാണിക്ക സാർ. ഇതെവിടെ വായിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ സാർ. ഓ വായിച്ചു. സ്നേഹമുള്ള വായിച്ചോ. എൻ്റെ സ്നേഹമുള്ള അച്ഛനും അമ്മയും അനിയത്തി അറിയുന്നതിന് ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അതിന് കാരണക്കാരൻ എൻ്റെ കോളേജിലെ ഫിസിക്സ് അധ്യാപകനാണ്. വായിക്കടാ. ബുക്കുമായി ചെന്നപ്പോ എന്നെ പരസ്യമായി ആക്ഷേപിച്ചു. പാവുലൈൻ സാർ സാക്ഷിയാണ്. ഇനി എനിക്ക് സഹിക്കാനാവില്ല. അച്ഛനും അമ്മയും ക്ഷമിക്കണം. അനിയത്തി ദേഷ്യം തോന്നല്ലേ? എന്നോട് ദേഷ്യം തോന്നല്ലേ? എൻ്റെ മരണത്തിന് കാരണക്കാരനായ അധ്യാപകന് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണം. എന്നാലേ എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടും.